എന്നും സങ്കടങ്ങൾ മാത്രമാണ് എനിക്ക് കൂട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതല്ലെങ്കിൽ അള്ളാഹുവിന് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഇത്രയും സങ്കടങ്ങൾ അള്ളാഹു എനിക്ക് തരുന്നത്? ഞാൻ മോശമായത് കൊണ്ടാണോ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ മോശമായത് കൊണ്ടാണോ ആർക്കും എന്നോട് ഇഷ്ടമില്ലാത്തത്? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്നാൽ അങ്ങനെ ഒന്നുമല്ല. സങ്കടങ്ങൾ എല്ലാ മനുഷ്യർക്കുണ്ട്. പക്ഷേ നന്മ നിറഞ്ഞ മനുഷ്യരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നത്. അത് നമ്മൾ കരുതുന്ന പോലെ ഒരിക്കലും നമ്മൾ മോശമായതുകൊണ്ടോ ദൈവത്തിന് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. കാരണം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ അള്ളാഹിൻ്റെ പ്രവാചകന്മാർ തന്നെ ആയിരുന്നല്ലോ. അവർ തന്നെയാണ് ഏറ്റവും അധികം പരീക്ഷണങ്ങളും സങ്കടങ്ങളും നേരിടേണ്ടി വന്നത്. എത്രമാത്രം പരീക്ഷണങ്ങളാണ് ഓരോ പ്രവാചകന്മാരും നേരിടേണ്ടി വന്നത്. കുത്തുവാക്കുകളും പരിഹാസങ്ങളും പട്ടിണിയും വിട്ടുമാറാത്ത അസുഖങ്ങളും അനാഥത്വവും, അങ്ങനെ അവരനുഭവിച്ച പരീക്ഷണങ്ങൾ നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട പ്രവാചകനായിരുന്നു അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ഖലീലുള്ള എന്നറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം. ഏറ്റവും അധികം കഠിനമായ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നതും ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ ആയിരുന്നെന്ന് നമുക്ക് ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയെ തീയിലെറിയപ്പെട്ട ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെട്ടതും പിന്നീടുണ്ടായ കുഞ്ഞിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതും, അങ്ങനെ കഠിനമായ ഒരുപാട് പരീക്ഷണങ്ങൾ പ്രവാചകന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യൂബ് അലൈഹിസ്സലാമയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മാറാരോഗം കൊണ്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു പ്രവാചകൻ. ഇതുപോലെ കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു എന്ന് ഓരോ പ്രവാചക ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ബാല്യമായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. ജനിച്ചപ്പോഴേ ഉപ്പ ഉണ്ടായിരുന്നില്ല. ഉമ്മ ചെറുതിലേ മരിച്ചുപോയി. ഒന്നാലോചിച്ചു നോക്കിയേ, പ്രവാചകൻ എത്രമാത്രം സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി വിട പറഞ്ഞ്, പിതാമഹനും പിതൃവ്യനും പ്രിയ പത്നി ഖദീജയും പ്രിയ മക്കളും, അങ്ങനെ ഓരോരുത്തരായി പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു. ഇത് മാത്രമൊന്നുമല്ലായിരുന്നു, ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകൾ പോലും പ്രവാചകൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആളുകൾ നമ്മളെ പരിഹസിക്കുകയോ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, നമ്മൾ മോശമായതുകൊണ്ടാണ് അവരൊന്നും നമുക്കൊരു വിലയും തരാത്തതെന്ന്. എന്നാൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ആളുകൾ പരിഹാസങ്ങൾ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടും വേദനിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുള്ളത്. ഏതാണ് സൂറത്ത് എന്നറിയാമോ? അതെ, സൂറത്തുൽ ദുഹ. പ്രവാചകൻ വല്ലാതെ സങ്കടപ്പെട്ട സമയത്ത് അള്ളാഹു പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു സൂറത്താണിത്. സത്യത്തിൽ സങ്കടപ്പെടുന്ന, നിരാശയിലേക്ക് വീഴുന്ന ഓരോ മനുഷ്യർക്കും കുളിർമഴ പോലെ ആശ്വാസം നൽകുന്നുണ്ട് അള്ളാഹു ഈ സൂറത്തിലൂടെ. അതിലെ ഓരോ വരികളും ഒരുപാട് മനോഹരമാണ്. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോഴും മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോഴും നമുക്ക് ആരുമില്ലല്ലോ എന്ന് തോന്നുമ്പോഴൊക്കെ സൂറത്തുൽ ദുഹായിൽ അള്ളാഹു പറഞ്ഞ വരികളൊന്ന് ഓർത്താൽ മാത്രം മതി. അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. ആരൊക്കെ വെറുത്താലും എൻ്റെ റബ്ബ് എന്നെ വെറുക്കില്ലല്ലോ എന്ന് തോന്നിപ്പോകും. അള്ളാഹു സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. നമുക്ക് പരിചിതമായ കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു നമ്മോട് പറയുന്നത്, പറയാൻ പോകുന്ന കാര്യങ്ങൾ അതുപോലെ സത്യമാണെന്നാണ്. സത്യം ചെയ്ത ശേഷം പിന്നീട് എന്താണ് അള്ളാഹു പറയുന്നതെന്ന് നോക്കി. മാ വദ്ദഅക റബ്ബുക വമാ ഖല. മാ വദ്ദഅക റബ്ബുക, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല. വമാ ഖല, നിന്നെ വെറുത്തിട്ടുമില്ല.
എത്ര മനോഹരമായ വാക്കുകളാണ്. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ വെറുത്താലും, ആരൊക്കെ വേദനിപ്പിച്ചാലും അള്ളാഹു നിന്നെ കൈവിടില്ല, അള്ളാഹു നിന്നെ വെറുക്കില്ല എന്ന് അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകാണ്. പ്രവാചകന് വല്ലാതെ സങ്കടവും നിരാശയും പിടികൂടിയ സമയത്ത് അള്ളാഹു എന്നെ വെറുത്തോ, എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടോ എന്നെല്ലാം ഓർത്ത് തളർന്നു പോയ സമയത്ത് ആശ്വാസവചനങ്ങളായി പെയ്തിറങ്ങിയതാണ് ഇതിലെ ഓരോ വരികളും. പ്രവാചകനോടെന്ന പോലെ നമ്മൾ ഓരോ മനുഷ്യരോടുമാണ് അള്ളാഹു ഖുർആനിലൂടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സങ്കടങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മോശമായത് കൊണ്ടോ നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ആരൊക്കെ വെറുത്താലും കൈവിട്ടാലും മാറ്റി നിർത്തിയാലും കരുണാനിധിയായ റബ്ബ് എന്നും നമ്മുടെ കൂടെ ഉണ്ട്. അതാണല്ലോ ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്.